ഹലോ, എല്ലാവർക്കും സ്റ്റേലിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട് പടിഞ്ഞാറത്തറയിൽ നിന്നും പനമരത്തു നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് വരുന്നത്. ഈ വഴികളുടെ വലിയ ബസ്സിനൊക്കെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. ഫുള്ളി CCTV കവേർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. വലിയ ബസ്സുകൾക്കും ട്രാവലർ വാൻസിനൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ തന്നെ ഉണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ മുൻഭാഗത്ത് ഈ റോഡിനപ്പുറത്തായിട്ട് ഇവിടെ ഒരു പുഴയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കാണുന്നതൊക്കെ റബ്ബർ മരങ്ങളാണ്. ചുറ്റും റബ്ബർ പ്ലാന്റേഷൻ്റെ നടുവിലായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇത്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. ഇതിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാം. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. അതേപോലെ ഇവിടെ തന്നെ പ്രോപ്പർട്ടിയിലെ ഡൈനിങ് ഏരിയയും വരുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയിലെ മിക്കവാറും ഭാഗം ബാംബൂലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയിലെ ഈ ചെയറും ടേബിളൊക്കെ ഫുള്ളി ബാംബൂവിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 24 പേർക്ക് ഈ ഡൈനിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇവരിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് കേരള സ്റ്റൈൽ മെയിൻ കോഴ്സ്, അതേപോലെ ബോയിൽഡ് എഗ്ഗ്, കട്ട് ഫ്രൂട്ട്സ്, അതേപോലെ വെജിറ്റബിൾ സലാഡ്, ടീ, കോഫിയൊക്കെ ഇവർ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗസ്റ്റിന് ആവശ്യമാണെങ്കിൽ ലഞ്ച്, ഡിന്നറൊക്കെ ഇവർ എക്സ്ട്രാ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ ഈവനിങ് ടീ സ്നാക്കും എക്സ്ട്രാ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ ഈ പ്രോപ്പർട്ടിയിൽ വെൽക്കം ഡ്രിങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിലിരുന്ന് കഴിക്കുന്നതിന് വേറെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആക്ടിവിറ്റി ഏരിയയുടെയും അതേപോലെ കോട്ടേജസിൻ്റെയൊക്കെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ ഡ്രൈവർക്ക് താമസിക്കാനുള്ള സ്പേസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഇവിടെയൊക്കെ റബ്ബർ പ്ലാന്റേഷനാണ്. അതേപോലെ ഈ പ്രോപ്പർട്ടിയിലും ഒരുപാട് റബ്ബർ മരങ്ങളുണ്ട്. ഈ റിസപ്ഷൻ ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെയറുകളും കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, ചെറിയ കപ്പുകൾ, അങ്ങനെ ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇവരുടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവർ സെയിലിന് വെച്ചതാണ്. ഗസ്റ്റിന് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നതാണ്. ഇനി നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് താഴെ ആക്ടിവിറ്റി ഏരിയയിലോട്ടൊക്കെ പോവാം. ഇവിടുന്ന് പാർക്കിംഗ് ഏരിയൻ്റെ ഈ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് ബാക്കി ആക്ടിവിറ്റി ഏരിയയിലോട്ടൊക്കെ പോകുന്നത്. ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റിംഗ് സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അക്വേറിയം, അതിന് ചുറ്റും ഇങ്ങനെ ഒരു സിറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഇടത്ത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയ വരുന്നത്. ഇവിടെയാണ് ഈ പ്രോപ്പർട്ടിയിൽ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യുന്നത്. 1 hour ഗ്രൂപ്പ് ക്യാമ്പ് ഫയർ ഇവരിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ അവറിന് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ ഈ ക്യാമ്പ് ഫയർ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഇവരിവിടെ ഗ്രില്ലിംഗ് ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വലിയൊരു ഗ്രില്ലിംഗ് ഫെസിലിറ്റി തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. മൊത്തത്തിൽ 4 റാക്കുകളുണ്ട്. ചാർക്കോള് അഡീഷണൽ റേറ്റിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള റെഫ്രിജറേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇൻ കേസ് ചിക്കനൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും എക്സ്ട്രാ റേറ്റിൽ ഇവർ ഗ്രില്ലിംഗ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പൂൾ ഏരിയയൊക്കെ വരുന്നത്. ഇതിൽ നമുക്ക് മുന്നോട്ട് നടന്നു പോവാം. ഇവിടെയാണ് നമ്മുടെ പൂൾ ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പൂൾ ഏരിയ ഇവരിവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള പൂളിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇവിടെ കിഡ്സിനായിട്ട് സെപ്പറേറ്റ് പൂൾ ഏരിയ ഒന്നും നൽകിയിട്ടില്ല. 6 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ള ഒരു പൂളാണിത്. അതേപോലെ പൂളിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അത് കൂടാതെ തന്നെ പൂളിൻ്റെ സൈഡിലായിട്ട് ഇവരിങ്ങനെ ഒരു
മുളയിൽ തീർത്ത ഒരു സിറ്റിംഗ് സ്പേസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗാർഡൻ ഏരിയയുടെ സൈഡിലായിട്ട് ഇവരിങ്ങനെ കുറച്ച് ബെഞ്ചുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഗാർഡൻ സ്പേസൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിയിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റി ആയിട്ട് ഇവർ നൽകിയിട്ടുള്ളത് ഫിഷിംഗ് ആണ്. ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ ഗേറ്റിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായിട്ടൊരു റിവറുണ്ട്. ആ റിവറിൽ നിന്ന് നമുക്ക് ഫിഷ് ചെയ്യാവുന്നതാണ്. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് റിവർ വരുന്നത്. ഈ റിവറിൽ ഫിഷ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി സൗകര്യം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ ഒരു വശത്ത് ഇങ്ങനൊരു റിവർ ആണെങ്കിൽ മറ്റ് വശങ്ങളിൽ റബ്ബർ പ്ലാന്റേഷനാണ് വരുന്നത്. അതേപോലെ ഈ കോമ്പൗണ്ടിൽ സ്മോക്കിങ് ഡ്രിങ്കിങ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ കോട്ടേജുകളുള്ള ഭാഗത്തേക്കൊന്ന് പോവാം. ഈ ഒരു വഴിയിലൂടെ പോകുമ്പോഴാണ് കോട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ മൊത്തത്തിൽ 8 ബാംബു ഹട്ടുകളാണുള്ളത്. ഈ ഹട്ടുകളെല്ലാം തന്നെ നോൺ എ സി ആണ്. അതിൽ 3 ലക്ഷറി ബാംബു ഹട്ട് വില്ലകളും 5 എക്സിക്യൂട്ടീവ് ബാംബു ഹട്ട് വില്ലകളുമാണുള്ളത്. അതിൽ ആദ്യത്തെ ലക്ഷറി ഹട്ടിലേക്ക് നമുക്കിപ്പോൾ ഒന്ന് പോവാം. ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ ലക്ഷറി ഹട്ടിൻ്റെ എൻട്രി വരുന്നത്. ഇത് മൊത്തത്തിൽ ബാംബുവിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫും വാളുകളും ഒക്കെ ബാംബുവിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ലക്ഷറി ഹട്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചെയറും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ചെയറൊക്കെ ബാംബുവിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഗാർഡൻ ഏരിയയുടെ ഒരു വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു കിങ് സൈസ് ബെഡ് ഇവർ നൽകിയിട്ടുണ്ട്. അതേപോലെ ബെഡിൻ്റെ 2 സൈഡിലും ഓരോ പ്ലഗ് പോയിൻറ്റും ഒരു ചെറിയ മിനി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലൊരു TV യും അതേപോലെ ഫാനും ഇവർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബാംബുവിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു കബോർഡും ഇവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം സ്പേസ് ഒന്ന് നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ഹാൻഡ് ഷവർ ഏരിയയും അതേപോലെ ഇവിടെ ഒരു വാഷ് ബേസിനും മിററും ഇവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോയ്ലറ്ററീസ് ആയിട്ട് ഇവിടെ ഡെൻ്റൽ കിറ്റും അതേപോലെ സോപ്പും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണിത്. അതേപോലെ ബാത്റൂമിൽ ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതാണ് ഈ വില്ലയുടെ മൊത്തത്തിലൊരു വ്യൂ വരുന്നത്. അതേപോലെ മനോഹരമായിട്ട് ബാംബുവിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ഈ റൂമിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. ഈ ബാംബു ഹട്ടിൽ ഇങ്ങനൊരു ഫോൾഡബിൾ വിൻഡോ ആണുള്ളത്. ഈ വിൻഡോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ഗാർഡൻ ഏരിയയുടെ ചെറിയൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെയുള്ള ലക്ഷറി ബാംബു ഹട്ടുകളിൽ 2 എണ്ണത്തിൽ ഇങ്ങനൊരു അഡീഷണൽ കട്ടിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഫെസിലിറ്റീസും സെയിം തന്നെയാണ്. ഇനി ഈ പ്രോപ്പർട്ടിയിൽ എക്സിക്യൂട്ടീവ് വില്ല കാറ്റഗറിയിൽ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ബാംബു ഹട്ടും കൂടെ വരുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് വില്ല വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ടൈപ്പ് ബാംബു ഹട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു മിനി ടേബിളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബെഡിൻ്റെ 2 സൈഡിലും ഓരോ പ്ലഗ് പോയിൻ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബാംബൂയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കബോർഡ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ബാംബു ചെയറും ഇവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു TV യും ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡബിൾ വിൻഡോ ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഈ വിൻഡോയിലൂടെ പുറത്ത് ഗാർഡൻ ഏരിയയുടെ ചെറിയൊരു വ്യൂവും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ എക്സിക്യൂട്ടീവ് ഹട്ടിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ലക്ഷറി ബാംബു ഹട്ടിൽ കണ്ട പോലത്തെ ഒരു സെയിം ബാത്റൂം സ്പേസ് തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ഷവറിങ് സ്പേസ് ഇവർ നൽകിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു വാഷ് ബേസിനും മിററും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള
ഒരു ബാത്റൂം തന്നെയാണ് ഈ ഹട്ടിലും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്ററീസ് ആയിട്ട് ഡെൻ്റൽ കിറ്റും സോപ്പുമാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഹീറ്ററും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഈ എക്സിക്യൂട്ടീവ് ബാംബു ഹട്ടിൻ്റെ മൊത്തത്തിലൊരു വ്യൂ വരുന്നത്. ഈ പ്രോപ്പർട്ടിയിലെ മൊത്തം 8 ഹട്ടുകളിലായിട്ട് കംഫർട്ടബിൾ ഒക്യുപ്പൻസി വരുന്നത് 26ഉം മാക്സിമം ഒക്യുപ്പൻസി വരുന്നത് 34ഉമാണ്. ഇവിടെ ഇങ്ങനെ ഹട്ടുകളുടെ തൊട്ടടുത്തായിട്ട് ഇരിക്കാനായിട്ട് ഊഞ്ഞാലും അതുപോലെ വേറൊരു സിറ്റിംഗ് സ്പേസൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വില്ലകളിലേക്കുള്ള വഴി അവസാനിക്കുന്ന ഭാഗത്ത് ഇവിടെ ഇങ്ങനെയൊരു ഗാർഡൻ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു സിറ്റിംഗ് സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ ഒരു ചെറിയൊരു അക്വേറിയവും അതേപോലെ സിറ്റിങ്ങിനായിട്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പിൾസിനും ഫാമിലിക്കൊക്കെ ഐഡിയലായിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണിത്. മുഴുവനൊരു ട്രഡീഷണൽ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബാംബു ഹട്ടുകളാണ് മുഴുവനായിട്ടും ഈ പ്രോപ്പർട്ടിയിലുള്ളത്. കപ്പിൾസിനും ഫാമിലിക്കും അല്ലാണ്ട് ഒന്നിച്ച് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാച്ചിലേഴ്സിനും ഇവർ ഈ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബാച്ചിലർ ബുക്കിങ്ങിന് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഓരോ കോട്ടേജിലും ഇൻഡിവിജ്വലി ആയിട്ടല്ലെങ്കിലും ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ ഇവർ വൈഫൈയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പ്രോപ്പർട്ടിയിൽ മ്യൂസിക് സിസ്റ്റം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈമിംഗ് വരുന്നത് രാത്രി 10 മണി വരെയാണ്. ഏകദേശം 1/2 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണിത്. ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും വീടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രൈവസി കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കും ചെക്ക് ഔട്ട് ടൈം വരുന്നത് 11 AM-നുമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ബുക്കിംഗ് എക്സ്പേർട്ടിനെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു പുതിയ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.